ഹായ്, എൻ്റെ പേര് CS റിയാസ് അലി. CA CMA പ്രൊഫഷണൽ കോഴ്സുകളിൽ ലോ പേപ്പർ ഹാൻഡിൽ ചെയ്യുന്ന ഫാക്കൾട്ടിയാണ്. അപ്പോൾ +2 കഴിഞ്ഞിട്ട് CMA പോലത്തുള്ള പ്രൊഫഷണൽ കോഴ്സ് കടന്നു വരുന്ന ആൾക്കാരുടെ പേടിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ലോ പേപ്പർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ലെവലിൽ എവിടെയും ലോനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോസ് ഒന്നും കുട്ടികൾ +2 ലെവലിൽ പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ചും എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ബോധർ ചെയ്യുന്ന ഒരു പേപ്പറും കൂടിയാണ് ലോ പേപ്പർ. അപ്പോൾ ആ പേപ്പറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ലോയിൽ നമ്മൾ നോർമലി ഒരു ബേസ് ലെവലിലാണ് കുട്ടികൾ കാറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സിന് വേണ്ടി പഠിക്കുമ്പം വരുന്ന സിലബസ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കാനുള്ളത്, നമ്മൾ ഇന്ത്യയിൽ പല ടൈപ്പ് ഓഫ് ബിസിനസ്സുകളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ പാർട്ണർഷിപ്പ് ബിസിനസ് ഉണ്ട്, ദെൻ കമ്പനി ഫോമാറ്റ് ഓഫ് ബിസിനസ് ഉണ്ട്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫോമാറ്റ് ഓഫ് ബിസിനസ് ഉണ്ട്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഫോമാറ്റ് ഓഫ് ബിസിനസ്സിനൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കുറേ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമത്തിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുക, ദെൻ ഒരു ബിസിനസ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ കുറേ തൊഴിൽ സാധ്യതകളുണ്ട്, കുറേ ബിസിനസ്സിൽ കുറേ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. സോ എംപ്ലോയീസിൻ്റെ വെൽഫെയർ, എംപ്ലോയീസിൻ്റെ സേഫ്റ്റി, എംപ്ലോയീസിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻസ് ഒഴിവാക്കാനൊക്കെ വേണ്ടി ഗവൺമെൻറ് കുറേ ലേബർ ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലേബർ ലോസിനൊക്കെ പറ്റി കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെയും കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് CMA കാറ്റ് ലെവലിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ലോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി തിയറി ഓറിയൻറ്റഡ് പേപ്പേഴ്സ് ആണ്. ബട്ട് തിയറി ഓറിയൻറ്റഡ് ആണെങ്കിലും പ്രാക്ടിക്കൽ ലെവലിൽ അപ്രോച്ച്, പ്രാക്ടിക്കലി നമുക്ക് ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെൻ്റ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും പ്രാക്ടിക്കലി ആവശ്യങ്ങൾ വരുന്ന കുറേ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കാറ്റിൽ ലോ പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ ദെൻ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് CMA ഇൻ്റർമീഡിയറ്റ് ലെവലിലും വരുന്നത്, ഫൈനൽ ലെവലിലും വരുന്നത്. ആസ് എ പേപ്പർ ഇറ്റ് ഈസ് എ തിയറി പേപ്പർ, ബട്ട് അത് തിയറി മാത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ല, അത് പ്രാക്ടിക്കലായിട്ട് അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നും കൂടി പഠിക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു ബേസ് തരാനും വേണ്ടിയിട്ടൊക്കെയാണ് CMA കാറ്റ് ലെവലിൽ ലോ എന്ന് പറയുന്ന ഒരു പേപ്പറിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ്സസ്, ദെൻ ഗവൺമെൻറ് ഇറക്കിയ ഡിഫറെൻറ്റ് ലേബർ ലോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ആസ് എ തിയറി പേപ്പർ തിയറിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ തിയറി എങ്ങനെ പഠിക്കണം എന്നുള്ള ഡൗട്ടുകളൊക്കെ കുട്ടികൾക്ക് വരാറുണ്ട്. നോർമലി എല്ലാ ആൾക്കാരും പറയുന്നത് ആസ് എ തിയറി പേപ്പർ തിയറി ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം, ദെൻ ബൈഹാർട്ട് ചെയ്ത് എക്സാമിന് പോയിട്ട് അത് ബൈഹാർട്ട് പഠിച്ചത് പോയിട്ട് എഴുതുക, റീപ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പല ആൾക്കാരും ലോനെ കാണുന്നത്. പക്ഷേ ലോ ഒരിക്കലും അങ്ങനെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല. ബൈഹാർട്ട് ചെയ്ത് പോയിട്ട് വാട്ട് ഈസ് എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിൽ എഴുതി എടുക്കേണ്ട ഒരു പേപ്പർ അല്ല ലോ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് കൺസെപ്റ്റ് പഠിക്കുക, ദെൻ കൺസെപ്റ്റ് പഠിച്ച് അത് അപ്ലൈ ചെയ്യുക. ആ രീതിയിലാണ് നമ്മൾ ലോ പേപ്പറിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പം ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ നമുക്ക് സൈലത്തിൻ്റെ ക്ലാസ്സിൽ കൂടി നമുക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഇൻഡെപ്ത് ആയിട്ട് പ്രാക്ടിക്കലി നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് പഠിക്കാം. See you all at Xylem campus. Thank you.